നമുക്ക് ശരിക്കും ഈ ട്രംപ് പെട്ടെന്ന് മണിക്കൂറുകളിൽ കാര്യങ്ങൾ നിലപാടുകൾ മാറ്റുന്ന ഒരു നയതന്ത്രജ്ഞനായതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് ഒരു സമാധാനത്തിന്റെ ചെറിയൊരു പ്രാവ് പറന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതെ, ഇത് വെടിനിർത്തൽ എന്ന് തന്നെ പൂർണ്ണമായും വിശേഷിപ്പിക്കാൻ ഈ സാഹചര്യം കഴിയുമോ എന്നതിൽ സംശയമുണ്ട് സ്കെയിൻ. രണ്ടാമതൊരു കാര്യം, ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. ഏത് ചർച്ച, ആരുമായി നടത്തിയ ചർച്ച, എവിടെ നടന്ന ചർച്ച എന്നതുകൂടി വിശദീകരിച്ചാൽ, അല്ലെങ്കിൽ അതിൽ കൂടി ഒരു ക്ലാരിറ്റി വന്നാലേ ഈ സാഹചര്യത്തെ നമുക്ക് അല്പം കൂടി അവധാനതയോടെ വീക്ഷിക്കാനാകൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല IRGC ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, ചർച്ചയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് അവർ ഇതിനോടകം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ട്രംപ് ഇപ്പോൾ പറയുന്ന ചർച്ച ഏതാണെന്നുള്ളത് അറിയില്ല എന്നത് ഒന്നാമത്തെ കാര്യം. ഇനി ലോകത്തിന് മുഴുവൻ അറിയാവുന്ന മറ്റൊരു ചർച്ചയുണ്ടായിരുന്നു, ഇറാനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ച പുരോഗമിക്കവെയാണ് ഏറെക്കുറെ ഇതാ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആദ്യമേ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ വെടിനിർത്തൽ എന്നുള്ളൊരു വാർത്ത അല്ലെങ്കിൽ ട്രംപിന്റെ പ്രതികരണം വന്നതിന് പിന്നാലെ ഇറാന്റെ ഔദ്യോഗിക മാധ്യമം ആദ്യം അവർ പ്രതികരിക്കുന്നത് ട്രംപ് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെ, അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രംപ് കീഴടങ്ങി എന്നൊരു പ്രതികരണം ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിൽ നിന്നും വരുമ്പോൾ അത് ഇനി ഏത് നിലയിലുള്ള മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുമെന്നത് ഏറെ പ്രധാനം കൂടിയാണ്. അപ്പോൾ ട്രംപിന്റെ ഈ പറഞ്ഞ നിലയിലൊരു സ്വഭാവം നമുക്കറിയാവുന്നത് കൂടിയാണ്. അപ്പോൾ അതും പ്രധാനമാണ്. അതുകൊണ്ട് ഈ ചർച്ച എന്ത് എന്നതിൽ അല്പം കൂടി വ്യക്തത വന്നാൽ ഈ സാഹചര്യത്തെ അല്പം ക്ലാരിറ്റിയോട് കൂടി കാണാനാകുമെന്ന് കഴിയും.